നിൻരുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയാ, നിൻരുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയാ, നിന്നടിയാർക്കു പിതാവിൻ സന്നിധി വന്നിടാമേ സതതം, നിന്നടിയാർക്കു പിതാവിൻ സന്നിധി വന്നിടാമേ സതതം. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര, വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു പ്രസ്താവനയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ധനം അവന്റെ ഒരു നിക്ഷേപമാണ്. മാത്രവുമല്ല, തന്റെ കുടുംബം, സുഹൃത്തുക്കൾ, ഇവയെല്ലാം തന്നെ അവന്റെ ഒരു നിക്ഷേപം തന്നെയാണ്. ലൗകികവും ഭൗതികവുമായ കാര്യങ്ങളിൽ അവന്റെ ഹൃദയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവന്റെ ദൃഷ്ടി ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗീയ വിഷയങ്ങളിൽ അവന് യാതൊരുവിധ ആസക്തിയുമില്ല. മനുഷ്യൻ തന്റെ മൗഢ്യമായ കാര്യങ്ങളെ ഓർത്ത് ദൈവം മുമ്പാകെ കണക്ക് കൊടുക്കേണ്ട ദിവസം ആസന്നമാണ്. ദൈവം പാപത്തിന് ശിക്ഷ വിധിക്കും. ദൈവം മുമ്പാകെ എല്ലാ മനുഷ്യരും കുറ്റക്കാരാണ്. സർവരും പാപിയായിരിക്കെ ദൈവ ക്രോധത്തിനിരയായി തീരേണ്ടതാണ്. എന്നാൽ സ്നേഹവാനായ ദൈവം മാനവരാശിയെ പാപത്തിന്റെ ഭയാനകമായ നരകശിക്ഷയിൽ നിന്നും വിടുവിക്കുന്നതിനായി കാൽവരി ക്രൂശിൽ നമുക്ക് പകരമായി തന്റെ ഓമനപുത്രൻ യേശുക്രിസ്തുവിനെ യാഗമാക്കി. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്നവന്റെ പാപങ്ങൾ ദൈവം മോചിക്കും. അവൻ രക്ഷിക്കപ്പെടും. അതായത് പാപത്തിന്റെ ശിക്ഷയായ നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടും. അപ്പോൾ മുതൽ അവൻ ഉയരത്തിലുള്ളത് ചിന്തിപ്പാനും സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടി ദൃഷ്ടി തുറക്കാനും ഇടയായിത്തീരും. അവൻ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിന് പ്രസാദമായി തീരും. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. അങ്ങനെയെങ്കിൽ സ്നേഹിത, നിങ്ങളുടെ നിക്ഷേപം എവിടെ?